തുടർച്ചയായ കീഴ്വായു ശല്യം അനുഭവിക്കുന്ന കുറേ ആളുകളുണ്ട്. എത്ര ഉദു എടുത്താലും അവർക്ക് ആ ഉദു നിലനിർത്താനാവാത്ത നിലയ്ക്ക് ഇടയ്ക്കിടെ കീഴ്വായു ശല്യം അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ എഴുന്നേൽക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പിന്നെ നമസ്കാരത്തിൽ റുക്കൂഴിലോ സുജൂദിലോ അതല്ലെങ്കിൽ ചുമക്കുമ്പോഴോ മറ്റേതെങ്കിലും അവസരത്തിലോ ഒക്കെയായി അവർക്ക് ഇടയ്ക്കിടെ മൂത്രം പോകുന്ന അസുഖവും ഉണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടെ ഈ കീഴ്വായു ശല്യവും മൂത്രവാർച്ചയുടെ ഗണത്തിൽപ്പെടുത്താവുന്ന വിധത്തിലുള്ള ഈ രോഗാവസ്ഥകളും ഉള്ള ആളുകൾ എന്ത് ചെയ്യും? നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഉളുവെടുത്താൽ അവരെന്ത് ചെയ്യും? കാരണം ഉളുവെടുത്ത് 2 അടി നടന്ന് അല്ലെങ്കിൽ പള്ളിയിലെത്തി സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ നമസ്കാരത്തിൽ തന്നെ ഫർളിൽ തന്നെ നമ്മളൊന്ന് റുക്കൂഴിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ചുമച്ചാൽ അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റാലൊക്കെ മൂത്രം പോകുന്നതായി അവർക്ക് അനുഭവപ്പെടുന്നു. ഇങ്ങനെയാകുമ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമസ്കാരം ഒഴിവാക്കാൻ നിവൃത്തിയില്ലല്ലോ. എങ്കിൽ അത്തരം ആളുകൾ എന്ത് ചെയ്യണം എന്നുള്ളത് സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിന് മറുപടി പറയുന്നതിൻ്റെ മുമ്പ് 2 കാര്യങ്ങൾ എനിക്ക് ആമുഖമായി പറയാനുണ്ട്. ഒന്ന്, ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ ലജ്ജിക്കരുത്. മതപരമായ കാര്യങ്ങൾ പഠിക്കുന്നതിലും ഗ്രഹിക്കുന്നതിലും അത് പ്രയോഗത്തിൽ വരുത്തുന്നതിലും നമുക്കൊരിക്കലും ലജ്ജയുണ്ടായിക്കൂടാ. കാരണം ഇത് ദീനാണ്. ദീനിൻ്റെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഇബാദത്തുകൾ ചെയ്യേണ്ടവരാണ് നമ്മൾ. ആ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാതെ പോകുന്ന വിധത്തിൽ അവയെ ബാത്തിലാക്കി കളയുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെത്ര വലിയ സ്വകാര്യ പ്രശ്നങ്ങളാണെങ്കിലും അറിവുള്ളവരോട് ചോദിക്കുകയും ഗ്രഹിക്കുകയും നിവാരണം വരുത്തി വിഷയത്തെ സംബന്ധിച്ച് ഉറപ്പായ ഒരവസ്ഥ തൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളത് സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ എല്ലാവരുടെയും കടമയാണ്. അതിൽ നമ്മൾ ലജ്ജിക്കുന്നത് അനാവശ്യ ലജ്ജയാണ്. അത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തും. അത് നമ്മുടെ ദീനിനെ തകരാറിലാക്കും എന്നാണ് എനിക്ക് ആമുഖമായി ഒന്ന് സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടാമതായി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ഇപ്പം ഈ കാര്യം ഈ പറഞ്ഞ 2 അസുഖങ്ങളും ഇത് സ്ത്രീകളിലും സംഭവിക്കുന്നുണ്ട്, പുരുഷന്മാർക്കുമുണ്ട്. ധാരാളം അധികം പുരുഷന്മാരാണ് ഈ വിഷയം അധികവും നമ്മളോട് ചോദിക്കാറുള്ളത്. 2 കൂട്ടർക്കും ഇത് അനുഭവപ്പെടുന്ന ഒരു അസുഖമാണ്. എന്താണ് ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത്? ഈ വിഷയത്തിൽ നമുക്ക് പണ്ഡിതന്മാർ ഇതിന് ഉപോത്ബലകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു മസ്അലയാണ് ഇതിന്റെ മറുപടിയായി ഇന്നും ഇതിന്റെ പ്രത്യേകമായ വിധികൾ പറയുന്നിടത്ത് പണ്ഡിതന്മാർ ഉദ്ധരിച്ചു കാണുന്നത്. അതായത് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ജാഅത്ത് ഫാത്തിമ ബിൻതു അബി ഹുബൈഷ് റളിയല്ലാഹു അൻഹ, ഒരിക്കൽ ഫാത്തിമ ബിൻതു അബി ഹുബൈഷ് എന്ന് പറയുന്ന സ്വഹാബ വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് കയറി വന്നുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു: അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാകുന്നുണ്ട്, എനിക്ക് രക്തസ്രാവം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഫലാ തുഹ്റു, ഞാൻ ശുദ്ധിയാകുന്നേയില്ല. അഫഅദഉസ്സലാ, പിന്നെ ഞാൻ നമസ്കാരം ഒഴിവാക്കട്ടെയോ? അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മെൻസസ് എന്ന് പറയപ്പെടുന്ന ഹൈള്, ആർത്തവ രക്തം എന്ന് പറയുന്ന രക്തമുണ്ട്. ആ രക്തം സംഭവിച്ചാലും പിന്നെയും നാളുകളോളം പിന്നെയും ആർത്തവമൊന്നുമല്ലാതെ ബ്ലീഡിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുണ്ട്. അതൊരു തരം അസുഖമാണ്, ഒരു ഞരമ്പ് സംബന്ധമായിട്ടുള്ള ഒരു അസുഖമാണത്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ഘട്ടങ്ങളിൽ അവർ നമസ്കാരം ഒഴിവാക്കാനൊന്നും പാടില്ല. ഹൈളിന്റെ ആർത്തവത്തിന്റെ വിധികളല്ല അതിനുള്ളത്. അതിന് രക്തസ്രാവം എന്നാണ് പറയുക, ആർത്തവ രക്തം എന്നല്ല അതിന് പറയുന്നത്. മറ്റേത് മെൻസസ് ആണ്, ആർത്തവ രക്തം. ഇത് സാധാരണ ബ്ലീഡിംഗ് ആണ്. അപ്പൊ ഈ സഹാബാവനിതയുടെ പ്രശ്നം അതാണ്. അവർക്ക് രക്തസ്രാവം നിലക്കുന്നേയില്ല. ഞാനിനി എന്ത് ചെയ്യണമെന്നാണ്, നമസ്കാരം ഒഴിവാക്കട്ടെയോ എന്നാണ് ആ സഹോദരിയുടെ സഹാബാവനിതയുടെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അത് ഹൈളല്ല, അത് ആർത്തവമല്ല. അതുകൊണ്ട് ആർത്തവമാണെന്ന് ഉറപ്പുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ ഫദഇയ സ്വലാ, ഈ നമസ്കാരത്തെ ഒഴിവാക്കുക. വൈദാ അദ്ബറത്ത്, അത് പിന്നിട്ട് കഴിഞ്ഞാൽ അഥവാ ആർത്തവം നിലച്ചു. അതെങ്ങനെയാണ്? സാധാരണ സ്ത്രീകൾക്ക് അത് മനസ്സിലാകും. ഈ ബ്ലീഡിംഗ് എന്ന അസുഖം ആരംഭിക്കുന്നതിന്റെ മുമ്പ് കൃത്യമായ ദിവസങ്ങളിൽ ആർത്തവം വരുന്ന സ്ത്രീകൾ ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം 6 or 7 ഒക്കെ ദിവസങ്ങൾ കഴിഞ്ഞ് ബാക്കി വരുന്നത് രോഗാവസ്ഥയ്ക്ക് മുമ്പ് കൃത്യമായി മെൻസസ് വരുന്ന സ്ത്രീകൾക്ക് രോഗാവസ്ഥ തുടങ്ങിയാൽ പിന്നെ അവർക്കുള്ള നിവൃത്തി എന്താണ്? ഈ രോഗാവസ്ഥയ്ക്ക് മുമ്പുള്ള കൃത്യ ദിവസങ്ങളെ കണക്കാക്കി, ഹൈലായി കണക്കാക്കി, ശേഷം ആർത്തവ കുളിച്ച് ശുദ്ധിയായതിന്റെ ശേഷം ബാക്കി ദിവസങ്ങളെ ബ്ലീഡിങ്ങിന്റെ അഥവാ അറബി ഭാഷയിൽ ഇസ്തിഹാലത്തിന്റെ ആ കണക്കിൽ ഉൾപ്പെടുത്തുക. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അങ്ങനെ ആർത്തവം നിലച്ചു കഴിഞ്ഞാൽ നീ കുളിച്ച് ബ്ലഡ് കഴുകിക്കളഞ്ഞ് നീ നമസ്കരിക്കുക. എന്നിട്ട് അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് സുമ്മ തവല്ലഇ ലികുല്ലി സ്വലാത്തിൻ ഹത്താ യജി ദാലികൽ വഖ്തു, പിന്നെ നീ നിനക്കുള്ള ഒരു പ്രത്യേക നിയമം എന്താണ്? എല്ലാ നമസ്കാരത്തിന്റെയും സമയമായി എന്ന് ഉറപ്പായാൽ നീ ഓരോ നമസ്കാരത്തിനും വുളു എടുക്കണം. ഓരോ നമസ്കാരത്തിനും വുളു എടുക്കണം. കാരണം ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കല്ലേ, ബ്ലീഡിങ് ഇടക്കിടക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹോദരിയോട് പഠിപ്പിച്ചത്. ഈ നിയമമാണ് സഹോദരങ്ങളെ മൂത്രവാർച്ചയുടെ അസുഖമുള്ള, ഇടയ്ക്കിടെ കീഴ്വായു ശല്യത്തിന്റെ അസുഖമുള്ള ആളുകളും ചെയ്യേണ്ടത്. ഇത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കുക. അതായത് അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്ന്, ആ ഭാഗം ഇപ്പോൾ വുളൂഇന്റെ സമയത്തും ഓരോ വുളൂഇന്റെ സമയത്തും മൂത്രവാർച്ചയൊക്കെ ഉണ്ടാകുന്ന ഈ വിധത്തിൽ മൂത്രമൊഴിച്ച് കഴിഞ്ഞ് എഴുന്നേറ്റാൽ പിന്നെയും കുറച്ച് കഴിയുമ്പോൾ പിന്നെയും അല്പം മൂത്രം വരും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും മൂത്രം വരും.
ഇങ്ങനെ സംഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ബ്ലാഡറിൽ മൂത്രം നിറഞ്ഞാൽ മതി, പിന്നെ ഇത്തിരി വരും. ആ വിധത്തിലൊക്കെ സംഭവിക്കുന്ന ആളുകൾ എന്താണ് അവരുടെ ഈ പ്രശ്നത്തിൽ അവർ ചെയ്യേണ്ടത്? അവര് സമയമായി എന്ന് ഉറപ്പായാൽ മാത്രം ഉളു എടുക്കുക. ഉളു എടുക്കുന്നതിന്റെ മുമ്പായി അവരെന്ത് ചെയ്യണം? അവരുടെ ആ ലൈംഗികാവയവം മൂത്രം ഇറ്റുന്നു എന്നവർക്ക് തോന്നിയിട്ടുള്ള ആ ഭാഗം എന്ത് ചെയ്യണം? അത് കഴുകുക. കഴുകിയതിന്റെ ശേഷം അവരെന്ത് ചെയ്യുക? വല്ല ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ വല്ല തുണിക്കഷ്ണം കൊണ്ടോ ഒക്കെ അവിടെ കെട്ടിവെക്കുക. ചെറിയൊരു കീസ് കൊണ്ട് കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് ആ ടിഷ്യൂ പേപ്പർ അവിടെ വെച്ചിട്ടുള്ള ആ തുണിക്കഷ്ണം താഴേക്ക് വീണു പോകാതിരിക്കാൻ, ഇപ്പൊ നമ്മൾ അണ്ടർവെയർ ധരിക്കുന്നത് കൊണ്ട് ആ നിലക്ക് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ അകത്ത് ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ണം വെച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് ആ മൂത്രത്തിന്റെ ഇടയ്ക്കിടെയുള്ള ഇറ്റൽ നമ്മുടെ അടിവസ്ത്രവും കടന്ന് ചിലപ്പോൾ നമ്മുടെ മേൽവസ്ത്രത്തിലുമൊക്കെ ആവാതിരിക്കുവാനും പുരളാതിരിക്കുവാനും ഒക്കെ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതിന്റെ ശേഷം അവർ ഉളു എടുക്കുക. ഉളു എടുത്തിട്ട് ആ സമയമായിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് അവർ എന്ത് ചെയ്യുക? പോയി നമസ്കരിക്കുക. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നു മൂത്രം പോവുകയാണ്, നിസ്കരിക്കുമ്പോൾ മൂത്രം പോവുകയാണ്, പോയിക്കോട്ടെ, അതിന് വിരോധമില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. കാരണം അള്ളാഹുവിന്റെ ദീന് അദ്ദീനു യുസ്റുൻ ഇന്നദ്ദീന യുസ്റുൻ, മതം എളുപ്പമാണ്, ഈ മതത്തിൽ പ്രയാസങ്ങളില്ല. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ, ആർക്കും അനുഷ്ഠിക്കാൻ കഴിയാത്തത്ര പ്രയാസപ്പെടുത്തൽ ഇതിലില്ല. ഇതിലൊക്കെ ഇത്തരം ആളുകൾക്ക് ഇളവുകളുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ മതകാര്യത്തിൽ വിഷമത്തെ ഉദ്ദേശിച്ചിട്ടില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്റ, അള്ളാഹു നിങ്ങൾക്ക് ഞെരുക്കത്തെ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി ചെയ്യാനേ നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും മസ്തതഅ്തും, നിങ്ങൾക്ക് കഴിയുന്ന പ്രകാരം, കഴിവിന്റെ പരമാവധിയാണ്. കഴിയാത്തത് അള്ളാഹു കൽപ്പിക്കുകയില്ല. ലാ യുകല്ലിഫുല്ലാഹു, അള്ളാഹു നിർബന്ധിക്കുകയില്ല നഫ്സൻ, ഒരാളെയും, ഇല്ലാ വുസ്അഹാ, അതിന്റെ കഴിവിന്റെ പരിധിയിൽപ്പെട്ടതല്ലാത്തത്. അപ്പൊ നമുക്ക് ഇത്രേ കഴിയുള്ളൂ. ഇങ്ങനെ മൂത്രം പോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമുണ്ട്, അതല്ലെങ്കിൽ കീഴ്വായു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന പ്രശ്നമാണ്, ഇത്രേ അതിന് ചെയ്യാനുള്ളൂ. അത്തരം ആളുകൾ സമയമായി എന്ന് ഉറപ്പായാൽ മാത്രമേ അവർ ഉളു ചെയ്യാവൂ. എന്നിട്ട് ഉളു എടുത്ത് അവരെന്ത് ചെയ്യുക? അവർ ജമാഅത്തിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ സ്വയം എങ്ങനെയാണോ അവരുടെ നമസ്കാരത്തിന്റെ രീതി അവരതിൽ ജമാഅത്തിൽ തന്നെ പങ്കെടുക്കുക. അതല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക്, എന്തായാലും അവരുടെ നമസ്കാരത്തിന്റെ വേളയിൽ പിന്നെ മൂത്രം വരുന്നതോ പിന്നെ എന്തെങ്കിലും പുറപ്പെടുന്നതോ ഒന്നും അവർക്കൊരു വിഷയമല്ല. അതിനവർ ഒരിക്കലും മനസ്സിൽ ഒരു വിഷമവും വിചാരിക്കേണ്ടതില്ല. ഇതിപ്പോ ഏത് വിഷയത്തിലാണ്? ഈ അസുഖം തുടർച്ചയായി നിലനിൽക്കുന്ന ആളുകൾക്കാണ്. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട് ഇതിൽ. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇടവേളകൾ ഉണ്ടാകും, അവർക്കിങ്ങനെ തുടർച്ചയായിട്ടുണ്ടാവില്ല. അവർക്കുള്ള പ്രശ്നം എന്താണ്? ഇന്ന് മഹാഭൂരിപക്ഷം ആളുകൾക്കും അതാണെന്ന് പ്രശ്നം. അതായത് മൂത്രമൊഴിച്ച് കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് ഇരിക്കേ അല്ലെങ്കിൽ ഒന്ന് ചുമക്കേ ഒക്കെ ചെയ്താൽ അവർക്കൊരു 1-2 തുള്ളിയാണ് പോകും, പിന്നെ പോകില്ല. അതല്ലെങ്കിൽ മൂത്രമൊഴിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് ഒന്നും കൂടി വന്നാണ്ട് ക്ലിയർ ആയാൽ, ഇറ്റിപ്പോയാൽ പിന്നെ അവർക്കുണ്ടാവില്ല. കുറച്ച് ഇടവേള കിട്ടും, 1/2 മണിക്കൂർ കിട്ടും, അല്ലെങ്കിൽ കുറച്ച് പിന്നെയും ഇടവേള അവർക്കുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്താൽ മതി? ആ ഇടവേളകളിലേക്ക് അവരുടെ നമസ്കാരത്തെ നീട്ടിവെക്കുക. അവരുടെ നമസ്കാരത്തെയും വുദൂഇനെയും അത്തരം അവസരങ്ങളിലേക്ക് നീട്ടിവെക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും, പള്ളിയിൽ നിന്ന് ളുഹറിന് ബാങ്ക് വിളിച്ചു, ജമാഅത്തിന് എത്തിയിരിക്കുകയാണ്, ഞാൻ അപ്പോൾ ഇതിന് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിന്നാൽ എൻ്റെ ജമാഅത്ത് പോലെ. അവിടെ മുഹമ്മദ് സാലിഹ് ഉസൈമിനെ പോലെയുള്ള പണ്ഡിതന്മാരവിടെ ഫത്വ നൽകിയത് കാണാൻ സാധിക്കും. ജമാഅത്ത് നഷ്ടപ്പെടേണ്ടി വന്നാലും അയാൾക്ക് ഇങ്ങനെ വൃത്തിയോടുകൂടി തന്നെ നിസ്കരിക്കാനുള്ള ഒരു അവസരം അയാൾക്ക് കിട്ടുന്ന ഇടവേളയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ മൂത്രം ഇടക്കിടക്ക് ഇങ്ങനെ പോകുന്ന അസുഖമൊന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ അയാൾ അത് വെയിറ്റ് ചെയ്ത് കാത്തു നിന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത്. ജമാഅത്ത് പോയാൽ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും കുഴപ്പമില്ല. കാരണം പരിപൂർണ്ണ ശുദ്ധിയോടുകൂടെ തന്നെ അയാൾക്ക് നിസ്കരിക്കാനുള്ള ഇടവേള ശുദ്ധിയുടേത് കിട്ടുന്നുണ്ടല്ലോ. അത് കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ എങ്ങനെയായാലും വേണ്ടില്ല, അത് മറ്റു ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്കും വസ്ത്രത്തിലേക്കും ഒന്നും പടരാതെ പുരളാതെ അത് കെട്ടിവെച്ച് അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്ത് നമ്മൾ ഉളു എടുത്ത് നിസ്കരിക്കുക. പിന്നെ എന്തായാലും ഉളു അതുകൊണ്ട് യാതൊന്നും സംഭവിക്കുന്നില്ല, നമ്മുടെ നമസ്കാരത്തിന്റെ ഒരു ഭംഗവും അതുകൊണ്ട് വരില്ല. അതേ അവസരത്തിൽ അവർക്ക് എന്താണ്? അടുത്ത സമയം ദുഹറിന് അങ്ങനെ ചെയ്തു, അസറായാലോ നേരത്തെ എടുത്ത ഉളു അവർക്ക് പറ്റൂല. അതാണ് സാധാരണക്കാരും ഇവരും തമ്മിലുള്ള വ്യത്യാസം. ആ ഉളു അവർക്ക് പറ്റൂല. ആ ഉളു കൊണ്ട് അവർക്ക് ഒരൊറ്റ നിസ്കാരവും അതിന്റെ സുന്നത്തൊക്കെ അവർക്ക് നിസ്കരിക്കാം. അതേ അവസരത്തിൽ ഇനി അസറിന്റെ സമയമാകുമ്പോൾ സമയമായി എന്നുറപ്പായി കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യണം? പോയിട്ട് വേറെ ഉളു എടുക്കണം. ഇതേപോലെ അങ്ങനെ ഓരോ വഖത്തിനും ഉളു എടുക്കണം. ഇതാണ് ആ വിഷയത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. മറ്റേത് രണ്ടാമത്തെ കൂട്ടര് ഈ വിഷയത്തിൽ അവർക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ പ്രശ്നങ്ങളാണ്, എന്നാൽ ഇടവേളകൾ അവർക്ക് സുലഭമായി ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഇടവേളകളിലേക്ക്, ശുദ്ധിയുള്ള അവസരങ്ങളിലേക്ക് അവർ കാത്തുവെക്കുക. മൂന്നാമതായി നമുക്ക് പറയാനുള്ളത് വേറൊരു വിഭാഗം ആളുകളാണ്. അവർക്ക് കേവലം വസ്വാസുകളായിരിക്കും. അല്ല, വസ്വാസല്ല, അങ്ങനെ തോന്നുന്നുണ്ട് എന്നാണോ, ശരിക്കും നടക്കുന്നുണ്ട് എന്നാണോ? എങ്കിൽ അവർ കഴിയുന്നത്ര അതിൽ സൂക്ഷ്മത പുലർത്തുക. അപ്പൊ ചിലർക്ക് മൂത്രമൊഴിച്ചാലേ ഈ പ്രശ്നം വരുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? നിസ്കാരത്തിന്റെ സമയത്തിന് പോകുന്ന ഉളുവിന്റെ മുമ്പായിട്ട് മൂത്രം ഒഴിക്കാതിരിക്കുക. ഉളുവിന് മുമ്പായി മൂത്രം ഒഴിക്കാതിരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഉളു എടുത്ത് നിസ്കരിക്കുക. അപ്പൊ ഒന്നും ഇയാൾക്കൊരു കുഴപ്പമില്ല, മൂത്രം ഒഴിച്ചാലേ പ്രശ്നമുള്ളൂ. അപ്പൊ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അയാൾ എന്ത് ചെയ്തോട്ടെ? ടോയ്ലറ്റിൽ കയറി അയാൾ ഉളു എടുത്ത്, ടോയ്ലറ്റിൽ കയറി അയാൾ പിന്നെ മൂത്രം ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുക? അയാൾ വല്ല ടിഷ്യൂ പേപ്പറോ മറ്റു നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ അടിവസ്ത്രത്തിനിടയിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ അയാൾ നടക്കുമ്പോഴൊക്കെ ലൈറ്റ് വീഴുന്ന ഒരു പ്രശ്നം അയാൾക്കുള്ളൂ. അയാൾ എന്ത് ചെയ്യുക? അടുത്ത നിസ്കാരത്തിന്റെ സമയമാകുന്നതിന്റെ മുമ്പ്
അയാൾ എന്ത് ചെയ്യുന്നു? ടോയ്ലറ്റിൽ കയറുന്നു. ഈ അടിവസ്ത്രത്തിൽ വെച്ചിട്ടുള്ള ടിഷ്യോ തുണി എന്താണെങ്കിൽ അത് നീക്കി അദ്ദേഹം വൃത്തിയാക്കുന്നു, ഉളുവെടുക്കുന്നു, നമസ്കാരം നിർവഹിക്കുന്നു. അങ്ങനെ ചെയ്യാം. ഇതൊക്കെ അത്തരം ആളുകൾക്ക് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട ഇളവുകളും അതല്ലെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളുമാണ്. ഇനി ഇതേ പ്രശ്നത്തിൽ തന്നെ പല ആളുകളും അഭികരിക്കുന്ന ഒരു പ്രശ്നം, ഇങ്ങനെയുള്ള വിഷയം പലപ്പോഴും ഇപ്പം നാട്ടിലാവുമ്പോൾ അങ്ങനെയൊക്കെ പറ്റും. ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ വല്ലാത്ത വിഷമാണല്ലോ, അവിടെ നമ്മൾ അണ്ടർവെയർ ധരിക്കുന്നില്ല, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ തുണിയാണ്. അയാൾ എന്ത് ചെയ്യും? അയാൾക്കിപ്പോൾ ഇതിങ്ങനെ പിന്നെ ഈ രൂപത്തിൽ മൂത്രം വന്നാൽ ആ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിലൊക്കെ ആവൂലേ? അയാൾ ഇതേ രൂപത്തിൽ തന്നെ എന്തെങ്കിലും ആ നിലക്ക് അണ്ടർവെയർ അയാൾ ധരിക്കുക. ഏത് വിധത്തിലാണെങ്കിൽ തുടർച്ചയായ അയാൾക്ക് ഈ വിധത്തിലുള്ള മൂത്രവാർച്ചയുടെ അസുഖമുള്ള ആളാണെങ്കിൽ എന്നിട്ട് എന്ത് ചെയ്യുക? അയാൾ ഉളുവെടുക്കുക, സമയമാകുമ്പോൾ മാത്രം ഉളുവെടുക്കുക, നമസ്കാരം നിർവഹിക്കുക, ആ നിയമം അയാൾ പാലിക്കുക. അപ്പോൾ പുരുഷൻ ഇങ്ങനെ ആ നിലക്കുള്ള അണ്ടർവെയർ ധരിക്കുന്നതിന് അവൻ പ്രായശ്ചിത്തം കൊടുക്കണം എന്ന് മാത്രം, ഫിദിയ നൽകണം. കാരണം ആ നിലക്കുള്ള അണ്ടർവെയർ ധരിക്കാൻ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പാടില്ലല്ലോ. അപ്പോൾ അത് അവൻ നഷ്ടപ്പെടുത്തുന്നു എന്ന നിലക്ക് അവൻ ആ ഇളവ് അനുവദിച്ചതിൻ്റെ പേരിൽ അവൻ എന്ത് ചെയ്യണം? ഫിദിയ നൽകണം. ഒരാടിനെ ഇറക്കുക, അതല്ലെങ്കിൽ പിന്നെ 6 അഗതികൾക്ക് ഭക്ഷണം നൽകുക, അതല്ലെങ്കിൽ 3 ദിവസം നോമ്പനുഷ്ഠിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ ഫിദിയ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് ചെയ്യാവുന്നത്. ഇനി അങ്ങനെ തുടർച്ചയായ പിന്നെ മൂത്രവാർച്ചയൊന്നുമില്ല, നേരത്തെ പറഞ്ഞ വിഭാഗമാണെങ്കിൽ അവരിത് ചെയ്യുക. ഉളുവെടുത്തതിൻ്റെ ശേഷം എന്തെങ്കിലും വല്ല ടിഷ്യൂ പോലെയുള്ള അല്ലെങ്കിൽ വല്ല തുണിക്കഷ്ണമൊക്കെ വല്ല റബ്ബർ ബാൻഡോ പോലെയുള്ളതോ എന്തുകൊണ്ടൊക്കെ ബന്ധിച്ച് അത് കൊഴിഞ്ഞു പോവാതെ വീണു പോവാത്ത നിലക്ക് അത് ബന്ധിച്ച് അവരെന്ത് ചെയ്യുക? വസ്ത്രത്തിൽ പുരളാതെ ശ്രദ്ധിക്കുക. പിന്നെ ഉളുവിൻ്റെ സമയമാകുമ്പോൾ അത് എടുത്ത് നീക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും ഉളുവെടുക്കുക. ഈ രീതി അവർക്ക് സ്വീകരിക്കാവുന്നതാണ്. അതേപോലെ എല്ലാ സമയത്തും പിന്നെ സമയമായിട്ടേ മൂത്രവാർച്ചയുടെ അസുഖമുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇടയ്ക്കിടെ നേരത്തെ പറഞ്ഞ കിഴുവായു പ്രശ്നമുള്ള ആളുകൾ സമയമായിട്ടേ ഉളുവെടുക്കാവൂ എന്ന് പറഞ്ഞല്ലോ. ചില സന്ദർഭങ്ങളിൽ നിർബന്ധിതാവസ്ഥയിൽ അവർക്കിതിൽ ഇളവ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഉദാഹരണം, ഹറമിൽ എത്തിപ്പെട്ട ഒരാളാണ്, നല്ല തിരക്കുള്ള സമയമാണ്, അദ്ദേഹത്തിന് സമയാസമയത്ത് ഇങ്ങനെ പോയി ഉളുവെടുത്ത് പുറത്തുനിന്ന് പോയാൽ അങ്ങോട്ട് അകത്തേക്ക് കയറാൻ കഴിയൂല, അദ്ദേഹത്തിന് നിസ്കാരത്തിൻ്റെ സമയമൊക്കെ തെറ്റിപ്പോകും, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് നഷ്ടപ്പെടും. അങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ അതേപോലെ തന്നെ ഇപ്പോൾ ജുമാക്ക് പങ്കെടുക്കൽ നിർബന്ധമാണ്. ഒരാളെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാളിപ്പോൾ സമയമായിട്ട് ഉളുവെടുക്കാൻ പോയിട്ട് പിന്നെ വരുമ്പോഴേക്ക് ഖുതുബ കയ്യും നിസ്കാരമൊക്കെ അയാൾക്ക് നഷ്ടപ്പെടും. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ സമയമാകുന്നതിൻ്റെ മുമ്പ് അത്തരക്കാർക്ക് ഉളുവെടുക്കുന്നതിനൊരു ഇളവുണ്ട് എന്ന് ചില പണ്ഡിതാഭിപ്രായങ്ങളിൽ നമുക്ക് കാണുവാനും സാധിക്കും. മതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ കഴിവുകൾക്കനുസരിച്ച് ചെയ്യാനുള്ളതാണ്. തീരെ കഴിയാത്ത സംഗതികളിൽ എന്തായാലും ഇളവുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ അതാണ് സഹോദരങ്ങളെ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ടുന്ന വേറൊരു കാര്യം, ചില ആളുകൾക്ക് ഇങ്ങനെ കിഴുവായു പോയോ എന്നിങ്ങനെ ഒരു സംശയം, അതുപോലെ മൂത്രം വിറ്റിയോ എന്നൊരു സംശയം, വസ്വാസ രോഗമുണ്ടാകും. വസ്വാസിനെ നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യേണ്ടത്. ഉദാഹരണം, ഒരാൾക്ക് അങ്ങനെ വല്ലതും സംഭവിച്ചോ എന്ന് തോന്നുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങൾക്ക് ആർക്കെങ്കിലും വയറിൽ വിളക്കവും ഒക്കെ ഉണ്ടായി, വല്ല വേദനയോ അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ വയറ്റിൽ അനുഭവപ്പെട്ടു, എന്തോ വയറ്റിൽ നിന്ന് കിഴുവായു പോയോ പോയില്ലേ എന്ന് നിങ്ങൾക്ക് സംശയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോവുകയൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ്. അത് ഉറപ്പുവരുത്തിയിട്ടല്ലാതെ എന്നാണ്. ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ശബ്ദം കേൾക്കുക, എന്തെങ്കിലും നമുക്കത് അനുഭവപ്പെടുക, അങ്ങനെ കിഴുവായി പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വാഭാവികമായും അതിനുണ്ടാകുന്ന എന്തെങ്കിലും ഗന്ധം, ഒരു വാസന അനുഭവപ്പെടുക, ഇതുകൊണ്ടൊക്കെയാണ് അത് ഉറപ്പ് വരിക. ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അത് നമുക്ക് ഉറപ്പായിരിക്കണം എന്നാണ്, തോന്നലായിരിക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതേപോലെ തന്നെ ഇപ്പോൾ മൂത്രം വിറ്റിയിട്ടുണ്ടോ ഇല്ലേ, വെറുതെ ഒരു തോന്നലുണ്ടാവും ചിലപ്പോൾ. ആ തോന്നൽ ഓരോരുത്തർക്കും ചിലപ്പോൾ പിന്നീട് മനസ്സിലാകൽ എങ്ങനെയാണ്? അവൻ്റെ അണ്ടർവെയറിലോ പരിശോധിച്ച് നോക്കിയാൽ നനവുണ്ടാകും. നനവുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെയാണ്. അതല്ല, നനവൊന്നും ഉണ്ടാവില്ല, വെറുതെ ഒന്നും തോന്നിയതായിരിക്കും. അങ്ങനെയുള്ള തോന്നലുകൾക്കും വസ്വാസുകൾക്കും ഒന്നും നമ്മൾ ഇടം കൊടുക്കരുത്. ചില ആളുകൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് കൃത്യമായിട്ട് ഇനിയും പോയിട്ടില്ല, കുറേ നേരം എഴുന്നേറ്റ് നിന്ന് ഇരുന്ന് ചുമച്ച് 2 അടി നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ കളിച്ചതിൻ്റെയൊക്കെ ശേഷം എങ്ങനെയെങ്കിലും അവസാനത്തെ തുള്ളിയും പിഴിഞ്ഞെടുക്കുന്ന ഒരു രീതി എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നതായി കേൾക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഒരു ലജ്ജയും വിചാരിക്കേണ്ടതില്ല. മാന്യമായി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയൊന്നും ആരും ചെയ്യരുത്, അങ്ങനെ ചെയ്യേണ്ടതില്ല. അത് പിന്നെ നമുക്ക് വസ്വാസിലേക്ക് എത്തിപ്പെടും. മൂത്രം ക്ലിയറായി, മുറിഞ്ഞു പോയി എന്ന് ഉറപ്പായോ, കഴുകി ശുദ്ധിയാക്കി അവിടുന്ന് പോകുക. പിന്നെ അതിങ്ങനെ പോയോ, പിന്നെയും ഇങ്ങനെ സംഭവിച്ചോ എന്നിങ്ങനെയുള്ള വസ്വാസുകൾക്ക് ഇടം കൊടുക്കാതെ. കാരണം അത് പൈശാചികമാണ്. അത് പിശാച് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ചില തോന്നിപ്പിക്കലുകൾ മാത്രമാണ്. അതേ അവസരത്തിൽ എല്ലാം വസ്വാസാണെന്ന് പറഞ്ഞ് തള്ളല്ല, എനിക്ക് ബോധ്യമാണ്, എൻ്റെ കാര്യമാണ്, അതെനിക്ക് ബോധ്യമാണ് എങ്കിൽ അതിന് മേൽ പറഞ്ഞ രൂപത്തിലുള്ള പ്രതിവിധികൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അള്ളാഹു ഏറെ വിട്ടുവീഴ്ചയും പൊറുക്കുകയും ചെയ്യുന്നവനാണ്. നമ്മുടെ ഇബാദത്തുകൾ അവൻ സ്വീകരിക്കുമാറാകട്ടെ. ഇത്തരം പ്രയാസങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് അവർക്ക് ശിഫ നൽകുമാറാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ഇതൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നാഫിആയ ഇൽമ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ.